കൊല്ലം മയ്യനാട് മരങ്ങൾ കടപുഴകി വീണ വൻ നാശനഷ്ടം. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് തേക്കുമരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചത്. ആർക്കും പരിക്കില്ല. കൊല്ലം മയ്യനാട് വെള്ളാപ്പിൽ മുക്കിന് സമീപം തോപ്പിൽ മുക്ക് കുളത്ത് വയലിൽ വീട്ടിലാണ് സംഭവം നടന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മരം കടപുഴകി വീണത്. ഉഗ്രശബ്ദം കേട്ട് ഭയപ്പെട്ട വീട്ടുകാർ ജനാല വഴി നോക്കുകയും തേക്കുമരം കടപുഴകി വീണത് കാണുകയുമായിരുന്നു. ഉടൻ തന്നെ സമീപത്ത് താമസിക്കുന്ന വീട്ടിൽ വിവരമറിയിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് 2 മരങ്ങളാണ് വീടിന്റെ മുകളിൽ വീണതെന്ന് കണ്ടത്. തൊട്ടടുത്ത പുരയിടത്തിൽ നിന്ന തേക്കുമരമാണ് കടപുഴകിയത്. വാർഡംഗം എം ഹലീമ സ്ഥലത്തെത്തി തേക്കുമരം നിന്ന പുരയുടെ ഉടമസ്ഥനുമായി സംസാരിച്ച് മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. രാത്രി ഒരു 12:30 സമയത്ത് തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. എനിക്ക് അപ്പോഴിറങ്ങി വരാനുള്ള ഒരു അസൗകര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഭയന്നു പോയി. കാരണം അവര് തനിച്ച് അവരെ കൊച്ചുമകനുമായിട്ട് ഒറ്റയ്ക്ക് കിടന്നതാണ്. ഭയന്ന് നിലവിളിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാനങ്ങനെ ആശ്വസിപ്പിച്ച് നമുക്ക് വേണമെന്ന എന്താന്ന് വെച്ചാൽ ചെയ്ത് സഹായങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സാധുക്കളായ 2 മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ഇവിടെ വന്നത്. വന്നിട്ട് തന്നെ 4 വർഷമായി. വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കഴിഞ്ഞിരുന്ന കുടുംബമാണ്. എന്നിരുന്നാലും ഇങ്ങനൊരു സംഭവം ഏറ്റപ്പോൾ അവർക്ക് താങ്ങാനാവാത്തൊരടിയായി പോയി. നമുക്ക് നാശനഷ്ടമൊന്നും ഇല്ല. ഇനിയും അത് മുറിച്ചു മാറ്റിയെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താ സംഭവിച്ചിട്ടുള്ളത്. അല്ല ഇതിന്റെ ശിഖരമില്ല. അപ്പൊ അവര് തന്നെ അവരെ ഭർത്താവ് പോയിട്ട് 2 വർഷം കഴിഞ്ഞു. അവരൊറ്റയ്ക്കാണ് എടുത്തത്. അതിന് ചെറുവച്ചു കൂടെ ഉണ്ടവരെ. അവർക്ക് പിന്നെ എല്ലാവരും സാമ്പത്തികമായ ഇതൊന്നും ഉള്ളവരല്ല. അവര് കണ്ടേപ്പിച്ച് ഇപ്പൊ എന്നാ നിരന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. മറ്റൊരു സംഭവത്തിൽ വയലിൽ കിഴക്കതിൽ അജിയുടെ വീട്ടിലും രാത്രി 11:30ഓടെ ഒരു മരത്തിന്റെ ശിഖരം 2ആയി പിളർന്ന് ഒരു ശിഖരം വീഴുകയും മറ്റൊരു ശിഖരം രാത്രി 1 മണിയോടെ വീടിനുമേൽ പതിച്ച് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇവിടെയും മറ്റൊരു പുരയിടത്തിന്റെ ഉടമസ്ഥതയിലുള്ള മരമാണ് നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയത്. നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നതായി വാർഡംഗം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.